ഗൈസ് അങ്ങനെ സ്പൈഡർമാൻ ദ ബ്രാൻഡ് ന്യൂ ഡേ മൂവി കണ്ടു. ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പടം. ഇതിൽ കുറേ ആൾക്കാർ സാധാരണ ലാസ്റ്റ് നോവേ ഹോം ഇറങ്ങിയപ്പോൾ തന്നെ കുറേ പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതങ്ങനെയാണ്, അവർ വരും, ഇവർ വരും. ഞാൻ സ്പോയിലറൊന്നും പറയുന്നില്ല, ടെസ്റ്റും കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് കണ്ടിരിക്കുക. ഇതുവരെയുള്ള സ്പൈഡർമാനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ. നോർമലി സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോ ആയിരുന്നു എടുത്ത് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ടോം ഹോളണ്ടിൻ്റെ പീറ്റർ പാർക്കർ എന്നുള്ള ജസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ്, ഇതിൽ കൂടുതലും ഇമോഷൻസ് അടങ്ങിയിട്ടുള്ള പടമാണ് ബ്രാൻഡ് ന്യൂ ഡേ. 2.5 മണിക്കൂറാണുള്ള പടം. പക്ഷെ പടത്തിലുള്ള ചില സാധനങ്ങൾ നമ്മൾ പറയില്ല, ഫൈറ്റ് സീൻ ഇത്രയും വരെ സ്റ്റോറി ലൈനായിരുന്നു, പിന്നെയുള്ള ഫൈറ്റ് സീൻ അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീൻ്റെ കാര്യത്തിൽ ഗംഭീരമാണ് മോനെ, രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ഇന്നലെ PVR എക്സൽ സ്ക്രീനിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ചെക്കന്മാർ, അതായത് കോളേജ് സ്റ്റുഡൻസ്, ആ ടീംസ് ഉണ്ടായിരുന്നു. ഗംഭീരം ഇതൊക്കെ ആയിട്ട് നല്ല സ്ക്രീനും നല്ല 3D. നാട്ടിലൊക്കെ 3D കാണുമ്പോൾ അതേപോലത്തെ ഗ്ലാസ് വെച്ചിട്ട് ബ്ലറും ഒന്നും കാണൂല്ല, ക്ലാരിറ്റി ഇല്ല, ഫുള്ള് ഇരുട്ടാണ്. ഇവിടെ ഇരുട്ടൊന്നും ഉണ്ടായില്ല, നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ആൾക്കാരുടെ ഒരു വിചാരമുണ്ട് ഈ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഓരോ മൂവിക്കും ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ടല്ലോ. ഇവിടെയും ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്. എല്ലാവരുടെ പോലെയും എപ്പോഴും ഞാനാണ് ആള് പറഞ്ഞിട്ട് നിൽക്കുന്നൊന്നുമില്ല. ഇവിടെയും ജസ്റ്റ് സ്റ്റോറിയാണ് അതിൽ കൂടുതലും. പിന്നെ ഇമോഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇമോഷൻസിൻ്റെ കാര്യത്തിലാണ് ടോം ഹോളണ്ടിൻ്റെ ഒരു ഇതും. ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എടുത്തു പറയത്തക്ക അതുള്ള നമ്മുടെ പണിഷർ ആൾ വരുന്നുണ്ട്, പിന്നെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് ചില ആൾക്കാർ ചില റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പടം കാണണം, ഡെയർ ഡെവിൾ കാണണം, നിങ്ങൾ പണിഷർ കാണണം, നിങ്ങൾ അത് കാണണം, ഇത് കാണണം, ഈ കഥ മനസ്സിലാവുള്ളൂ എന്നുള്ളത്. പക്ഷേ ഞാനതിലൊന്നും കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഇവർ പറഞ്ഞ പോലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് പോയപ്പോൾ ഇതിൽ അത്രയും പ്രഡിക്ഷനും ഇല്ല. നോവേ ഹോം ഇറങ്ങിയ സമയത്ത് കുറേ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇവരുണ്ടായിരുന്നു. കാരണം കുറേ VFX അവർ മായ്ച്ചു കളഞ്ഞിട്ടാണ് ട്രെയിലർ ഇറക്കിയത്. സിനിമയിൽ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നുമില്ല. കുറേ സ്റ്റുഡൻസും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും. മാർവലിൻ്റെ പടമാണെങ്കിൽ ഞങ്ങൾ ആ സാധനം എഴുതി കഴിഞ്ഞാൽ അത്രയും 10 മിനിറ്റ് എഴുതി കഴിഞ്ഞാൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യും ഇത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്രയും സ്ക്രീനിൽ 2 പേരെ എണീറ്റു, 2 ചെക്കന്മാരെ എണീറ്റു. ഫാമിലി, ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും, അവർ പോയി. അങ്ങനെ 6 പേരെ പോയുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന അത്രയും ഹൗസ്ഫുൾ ആയ സ്ക്രീനിൽ ഒരാൾ പോലും എണീറ്റില്ല ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വന്നതോ ജസ്റ്റ് ഒരു 3 സെക്കൻഡോ 5 സെക്കൻഡ് ഒരു ചെറിയൊരു ക്ലിപ്പ്. പിന്നെ എല്ലാവരും എന്തെങ്ങനെയാന്നുള്ളത്. അപ്പോൾ എന്തായാലും സ്പൈഡർമാൻ നല്ല തിയേറ്ററിൽ നിങ്ങൾ പോയി കാണുക. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക സ്പൈഡർമാൻ്റെ. ഓക്കെ ബൈ ഗൈസ്.